കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. ബോഡിഗാർഡ് എന്ന് പറയുന്ന സിനിമ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതിൻ്റെ കഥ പോകുന്നത്. ഒട്ടും വിചാരിക്കാത്ത പോലെയെന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ പ്രണയിക്കാൻ വേണ്ടി അല്ലാതെ ഒരാളുടെ അടുത്ത് ചെല്ലുക, എന്നിട്ട് അയാളോട് പ്രണയമായി മാറുക. പക്ഷെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, ഇത് ശരിയാണോ? ഇതെല്ലാം കാണുമ്പോ എനിക്ക് പേടിയാവുന്നു അമ്മു. കല്യാണ നിശ്ചയം കഴിഞ്ഞ പെണ്ണാണ് നീ. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന വേറെയാ. അല്ലെങ്കിൽ ജയകൃഷ്ണൻ എന്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. ജയകൃഷ്ണൻ സ്നേഹിക്കുന്നത് നിന്നെയല്ലോ അമ്മു. ജയകൃഷ്ണൻ പ്രണയിക്കുന്നത് ഫോണിലൂടെ അവനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാ. അത് അമ്മു ആണെന്ന് അവന്റെ വിദൂര സ്വപ്നത്തെ പോലും അവൻ കരുതുന്നില്ല. അവള് ചോദിക്കുന്നത് ശരിയാ, പക്ഷേ ഞാനിപ്പോ അമ്മു അല്ല, അവളാ. ജയകൃഷ്ണനെ സ്നേഹിക്കും ജയകൃഷ്ണൻ സ്നേഹിക്കും ചെയ്യുന്ന ആ പെൺകുട്ടിയെ ജീവിച്ച മതി എനിക്ക്. ഏതോ ഒരു നിമിഷത്തിൽ അവിടെ പ്രണയം വന്നു കഴിഞ്ഞു. ഇനി പുറകോട്ട് പോകാൻ കഴിയില്ല. നമുക്കറിയാലോ, നമ്മളൊട്ടും വിചാരിക്കാത്ത ഒരാളോട് വിചാരിക്കാത്തൊരു സമയത്താണ് പ്രണയം വരിക. ചിലപ്പോൾ അത് നമ്മുടെ തന്നെ ചെയ്തികൾ കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണെങ്കിലും ഈ പ്രണയം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുടെ കൂടെയാണ് നമ്മൾ. അയാൾ മാത്രം മതി നമുക്ക് ജീവിതത്തിലെ സന്തോഷം തരാൻ, വേറെ ഒന്നും വേണ്ട. ഇത് ക്ലബ് FM ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. നീ പറയുന്ന ഈ നിഷ്കളങ്കത തന്നെ ജയകൃഷ്ണനെ ഞാനും ഇഷ്ടപ്പെടാൻ കാരണം. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ്. ഇത് ക്ലബ് FM-ൽ പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം വിത്ത് റീനു. ഇപ്പൊ ബോഡിഗാർഡായി എന്റെ പിന്നാലെ നടക്കുമ്പോഴും ജയകൃഷ്ണന്റെ മനസ്സിൽ എനിക്ക് ഇത്ര വലിയൊരു സ്ഥാനമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്റെ അച്ഛനോ അമ്മയോ ഏട്ടനോ ഒരാളും ജയകൃഷ്ണനെ പോലെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. പ്രണയത്തിന് ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ആരോടാ ഇഷ്ടം തോന്നുന്നത്? നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന, നമ്മളാകുന്ന രീതിയിൽ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ. വേറെ ഐ ലവ് യു, എനിക്കെന്തിനും ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് കാണും. പക്ഷെ നമ്മളെ മനസ്സിലാക്കിയാൽ മാത്രമേ അവരുടെ കൂടെ ജീവിക്കാൻ നമുക്ക് കഴിയൂ. അവരോട് നമുക്ക് പ്രണയം വരും. ഇങ്ങനെയുള്ള ഒരാളെ അല്ലാതെ വേറെ ആരെയും ഞാൻ സ്നേഹിക്കേണ്ടത്, ആരുടെ കൂടെ ജീവിക്കേണ്ടത്? ഈ പറയുന്നതിന് എതിർവാക്ക് പറയാൻ ആർക്കും കഴിയില്ല. എങ്ങനെ എതിർക്കാനായിട്ടാ? ചോദിക്കുന്നത് ശരിയല്ലേ? എന്നെ ഞാനാകുന്ന രീതിയിൽ മനസ്സിലാക്കി, ഞാനാകുന്ന രീതിയിൽ സ്നേഹിച്ച് എന്നെ എല്ലാമായി കരുതുന്ന ഒരാൾ, അങ്ങനെ ഒരാളുടെ കൂടെ തന്നെയല്ലേ നമ്മൾ ജീവിക്കണ്ടേ? പ്രണയിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാം. നമ്പർ 567678. ഫോർമാറ്റ് ക്ലബ് C സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ് കൂടെ റീനു. എത്ര മണിക്കാ കുട്ടി വരിക? വൈകിട്ട് ഒരു 3 മണി. ഓക്കെ ഞാൻ എത്തിക്കോളാം. പിന്നെ ഒറ്റയ്ക്ക് വരാവൂ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോഡിഗാർഡിലെ ചില ഡയലോഗ്സാ. കാണാതെ തന്നെ ദിലീപ് നയൻതാരയെ പ്രണയിക്കുക, ആരാധവൻ ഊഹിച്ചിട്ട് പോലുമില്ല. കാണാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഇതുവരെ പേരൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇനിയിപ്പോ നേരിട്ട് കാണാൻ പോവല്ലേ? But that is strange, right? കാണാതെ പേര് പോലും പറയാത്ത ഒരാളെ നമ്മൾ എങ്ങനെയാ പ്രണയിക്കുക? എങ്ങനെയാ വിശ്വസിക്കാൻ പറ്റുക? എനിക്ക് തോന്നുന്നു കുറച്ചു കാലം മുന്നേ അതിന് കുറച്ചുകൂടിയൊക്കെ ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. നമുക്ക് ധൈര്യമായിട്ട് പ്രണയിക്കാമായിരുന്നു. ഇപ്പം പക്ഷെ ഇങ്ങനെ പേരറിയാത്ത, നാളറിയാത്ത, നാടറിയാത്ത ഒരാളെയൊക്കെ പ്രണയിക്കുമ്പോൾ കുറേ ടെൻഷൻസ് ഉണ്ട്. പറ്റിക്കലും ആവാം. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കണ്ടിട്ടില്ലാത്ത ഒരാളെ ശബ്ദം കേട്ട് മാത്രം പ്രണയിക്കുക, അയാൾ പറയുന്ന വിശ്വസിച്ച് അയാളോട് പ്രണയത്തിലാവുക. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് FM ലവ് ബൈറ്റ്സ് കൂടെ റീനു. എനിക്കിഷ്ടാ. ആ കുട്ടിക്കോ? ഞാൻ കണ്ടിട്ടില്ല. എന്നെ കണ്ടിട്ടുണ്ട്. കാണുമ്പോ ഇനി സുന്ദരി അല്ലെങ്കിലോ? എന്നാലും എനിക്കിഷ്ടം. ഒട്ടും ഭംഗിയില്ലെങ്കിലും ഇഷ്ടാവും. ഇഷ്ടം മനസ്സിനകത്തുണ്ടായതല്ലേ, അത് ഒരു കാഴ്ച കൊണ്ട് എങ്ങനെ ഇല്ലണ്ടാവുക? കാഴ്ചയ്ക്ക് പ്രണയത്തിൽ യാതൊരു പ്രാധാന്യമല്ലാന്ന്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. യെസ്, ഇറ്റ് ഹാപ്പൻസ്. ആദ്യം ഒരു അട്രാക്ഷൻ വരും, എന്നിട്ട് അത് പ്രണയമായി മാറും. പക്ഷേ ഈ തരം പ്രണയങ്ങൾക്ക് സ്റ്റെബിലിറ്റി കൂടും. അയാളെ കണ്ടല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അയാളുടെ സംസാരം, അയാൾ പറയുന്ന അയാളുടെ സ്വഭാവങ്ങൾ, നമ്മൾ മനസ്സിൽ കാണുന്ന കുറേ കാഴ്ചകൾ, ഇതിനോടൊക്കെയാണ് നമുക്ക് പ്രണയം തോന്നുന്നത്. അങ്ങനെ മനസ്സിൽ തോന്നുന്ന പ്രണയം എന്തെങ്കിലും കൊണ്ട് ഇല്ലാതാവുമോ? അയാളുടെ ചുറ്റുപാടുകൾ കൊണ്ട്, അയാളുടെ നോട്ടം കൊണ്ട്, അയാളെ കാണാനുള്ള ഭംഗി ഇല്ലായ്മ കൊണ്ട്, അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ആ പ്രണയം ഇല്ലാതാവുമോ? ഇല്ലാതാവില്ല. ബിക്കോസ് ട്രൂ ലവ് ദറ്റ് കംസ് ഫ്രം ഇൻസൈഡ്. ആ പ്രണയം ഇല്ലാതാവില്ല, മാറിപ്പോവില്ല, അതിനൊന്നും സംഭവിക്കില്ല. കേട്ടുകൊണ്ടിരിക്കുക
ലവ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.